എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മാഡമായിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ടും മാഡത്തിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വന്ന കണ്ടത്. ഞങ്ങൾ കാണുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തന്നെയാണ് രമേശിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടി ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിൻ്റെ ആ ബാറ്റൺ പുതിയ തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ കടന്നു വന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ കല്ല് കടിച്ചിരിക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ഇഷ്യൂസ് മുല്ലപ്പെരിയാർ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ വൈദ്യുതി നിർമ്മാണ കാര്യങ്ങളാണെങ്കിലും ഒരു കോൺസെൻസസ് ഉണ്ടായിക്കൊണ്ട് പോകണം. പ്രധാനമന്ത്രിയെ കണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം പിന്തുടരുന്ന പല കാഴ്ചപ്പാടുകൾ പോലും നയപരിപാടികൾ പോലും നടക്കുന്നുമില്ല. അത് ശരിയല്ല. പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വീതി വെപ്പിക്കുന്നതാണ്. അതിനൊരു കോൺസെൻസസ് ഉണ്ടാക്കാൻ കഴിയണം. മുൻകാല ഗവൺമെൻറ്റുകളൊന്നും ശ്രമിക്കാഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഹരിക്കാൻ കഴിയണം. ഇപ്പോൾ കേരളത്തിൽ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സിറ്റുവേഷൻ അതുപോലെ BJPയെ സംബന്ധിച്ചും കേരളത്തിൽ വലിയ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 10% വോട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം SNDPയുടെ സഹായത്തോടു കൂടി 2% കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കോൺഗ്രസ് 2019 രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസും UDFും മുന്നോട്ട്. പുതിയ പാറ്റം കൈമാറി ഉമ്മൻചാണ്ടി രമേശിന് കൈമാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണമായി മാറിയിരിക്കുന്നത് അതല്ല. ഉമ്മൻചാണ്ടി തന്നെ ആയിരിക്കും ഒരു സ്റ്റോൾ വാട്ടറായിട്ട്. പക്ഷെ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മാറ്റമാണ്. പുതിയ തലമുറ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ പാസ്സാക്കിയ പ്രമേയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെയാണ് വിധത്തിൽ തമിഴ്നാടിനോട് സഹകരണത്തോടു കൂടി പുതിയ ഡാം എന്നുള്ളതാണ്. പക്ഷെ അത് കാതലായ ഇഷ്യൂ അതല്ല അദ്ദേഹം പറഞ്ഞു. ഈ വിദഗ്ധ സമിതി തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരെണ്ണത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. തമിഴ്നാടുമായി നല്ല ബന്ധമുണ്ടാക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VS അച്യുതാനന്ദ കാലഘട്ടത്തിൽ അന്നത്തെ മിനിസ്റ്റർ പ്രമേയം ഉൾപ്പെടെ ഇപ്പോൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിലൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി. നമുക്കൊരുപാട് ഭയപ്പാടുണ്ട്. വളരെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഡാമാണ്. അപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ ഭയപ്പാടുണ്ട്. അത് ദൂരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രധാന ഇഷ്യൂയിൽ പോലും വളരെ ലാഘവബുദ്ധിയോടുകൂടി പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തീർന്നു എന്നൊരു സമീപനം. അതൊരു PPP മോഡൽ എന്താ? അദ്ദേഹം കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ എയർപോർട്ടിൻ്റെ ആദ്യകാല തുടങ്ങിയതിലൊരാളാണ്. ആ എയർപോർട്ടും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന PPP മോഡൽ രണ്ടും രണ്ടാണ്. ഇപ്പോഴത്തെ PPP മോഡൽ സ്വകാര്യ മേഖല കടന്നു വരികയാണ്. ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിലും സിവിൽ ഏവിയേഷനിലൊക്കെ സ്വകാര്യ മേഖല കടന്നു വന്ന് ആളുകൾ ലൂട്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് 10 കിലോ കൊണ്ടുപോകാൻ പറ്റില്ല. 1 കിലോ കഴിഞ്ഞാൽ 150 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു PPP മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. അല്ലാതെ PPP മോഡൽ ഫാസ്റ്റ് ട്രെയിന് കുഴപ്പമില്ല, റെയിൽവേ ലൈൻ എക്സ്ക്ലൂസീവ് ലൈൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഏത് PPP മോഡൽ? അതിപ്പോൾ കൊച്ചിൻ എയർപോർട്ട് കാണിച്ചുകൊണ്ട് വരും. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ്? അതുകൂടി അദ്ദേഹം എങ്ങനെ റേസ് അന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിറ്റി എതിരാ പ്രോജക്റ്റിന്. അന്ന് ശർമ്മ പറഞ്ഞത് എൻ്റെ ശരീരത്തിലൂടെ വിമാനം ഇറക്കണമെന്നാണ്. അതൊക്കെ ഒറ്റ ദിവസം കിടക്ക് മറന്നു പോകാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടാകണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതി നഷ്ടപ്പെട്ടു പോകാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ബന്ധപ്പെടുകയും ഒരു ധാരണ ഈ കാര്യത്തിലുണ്ടാകും.